രക്ഷാവിജ്ഞാനിയും അല്ലെങ്കിൽ സോറ്റീരിയോളജി, അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. രക്ഷാവിജ്ഞാനിയം എന്ന് പറയുന്ന വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, രക്ഷയുടെ സാധ്യതയെക്കുറിച്ച്, രക്ഷയുടെ അർത്ഥത്തെക്കുറിച്ച്, രക്ഷയുടെ അടിസ്ഥാനത്തെക്കുറിച്ച്, അതിൽ ക്രിസ്തുവിന്റെ പാപപരിഹാര വിധിയെക്കുറിച്ചുള്ള വിശദമായ പഠനം, അതേക്കുറിച്ചുള്ള വ്യത്യസ്ത സിദ്ധാന്തങ്ങൾ, ഇങ്ങനെ ഒരു പാപബലി അർപ്പിക്കാനായിട്ട് ദൈവത്തെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ, ക്രിസ്തുവിന്റെ മരണത്തിന്റെ അർത്ഥം, അതിന്റെ സാധ്യത, പിന്നെ രക്ഷയുടെ പ്രായോഗികമായ തലത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ, രക്ഷയുടെ ഭദ്രത, പിന്നെ കുറെ പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓർഡർ ഓഫ് സാൽവേഷൻ എന്നൊക്കെ പറയും. രക്ഷയുടെ ക്രമം എന്താണ് എന്ന് പറഞ്ഞാൽ, നാം ഈ രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞതിന് പിന്നിൽ ദൈവം ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഒരു ദിവസം രാവിലെ നമ്മൾ അങ്ങ് എഴുന്നേറ്റ് കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷ പ്രാപിക്കുമെന്ന് വല്ല ചെയ്തത് നമുക്കറിയാം. ലോകസ്ഥാപനത്തിന് മുൻപേ എന്നൊക്കെയാ പറയുന്നത്. ലോകസ്ഥാപനത്തിന് മുൻപേ ഈ പുസ്തകത്തിൽ പേരെഴുതിയത്, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ രക്ഷ ആരംഭിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാ? ആകാശഭൂമി, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ആകാശഭൂമി ഉണ്ടാകട്ടെ എന്ന് പറയുന്നതൊക്കെ മുൻപ് ലോകസ്ഥാപനം എന്ന് പറയുന്നത്. അതിനു മുമ്പ് തുടങ്ങിയതാ നമ്മെ സംബന്ധിച്ചുള്ള എന്റെ രക്ഷ. ഒരു ദിവസം രാവിലെ ഞാൻ അങ്ങ് രക്ഷിക്കപ്പെട്ടു എന്നെനിക്ക് തോന്നാവുന്നു, അങ്ങനെയൊന്നുമല്ല. അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ബൈബിൾ വായിക്കുമ്പോൾ ബൈബിളിൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നാണ് ഈ രക്ഷ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ബൈബിൾ എഴുതിയത് തന്നെ മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ആ ബന്ധത്തിലെ പ്രധാന കണ്ണി എന്ന് പറയുന്നത് രക്ഷയാണ്. മനുഷ്യന്റെ രക്ഷ എന്ന വിഷയം അവതരിപ്പിക്കുവാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ബൈബിൾ എഴുതിയത് തന്നെ. അതിൽ ദൈവം ഈ ഭൂമി എങ്ങനെ സൃഷ്ടിച്ചു, മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു, പാപം എങ്ങനെ പ്രവേശിച്ചു, പാപത്തിൽ നിന്നുള്ള രക്ഷ ദൈവം എങ്ങനെയാണ് ഒരുക്കിയത്, രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടത്, രക്ഷിക്കപ്പെടുന്ന ഒരാൾ നടക്കുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതേക്കുറിച്ചൊക്കെ പഠിക്കാനായിട്ടുണ്ട്. പിന്നെ അത്രയൊക്കെ താല്പര്യങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്നുള്ളൊരു ചോദ്യം എന്റെ മനസ്സിലുണ്ട്. ഒട്ടുമിക്കവാറും ആളുകൾക്ക് സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കിട്ടണം, അതല്ലേ ഉള്ളൂ. നമ്മൾ പോയി സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കിട്ടും. അല്ലാതെ ഈ ലൈറ്റ് എങ്ങനെയാ വരുന്നത്, എവിടുന്നാ വരുന്നത്, ഇതിന്റെ പിന്നിൽ എന്തൊക്കെയാണ് തിയറീസ് ഉള്ളത്, ഇലക്ട്രിസിറ്റിയുടെ തിയറി എല്ലാം പഠിച്ച് ഇതൊക്കെ പഠിക്കാൻ സാധാരണക്കാർക്ക് താല്പര്യമുണ്ടോ? അപ്പൊ അതേക്കുറിച്ചൊക്കെ അവരെ പഠിപ്പിക്കാൻ പോയി അവരെന്ത് പറയും? അത് രക്ഷയുടെ ഭാഗമാണ്, അത് ശിക്ഷയുടെ ഭാഗം. അപ്പൊ ഈ ഇലക്ട്രിസിറ്റിയുടെ പ്രമാണങ്ങളെല്ലാം പഠിച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്യണോ വേണ്ട? സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഇതെങ്ങനെയാ ഈ സ്വിച്ച് ഓൺ ചെയ്തപ്പോ ഈ പ്രകാശം വന്നത് എന്ന് പഠിക്കണം. ഏതായിരിക്കും നല്ലത്? ഇലക്ട്രിസിറ്റിയുടെ എല്ലാ സിദ്ധാന്തങ്ങളും പഠിച്ചിട്ട് ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നതാണോ, അതോ ഞാൻ ഇപ്പൊ സ്വിച്ച് അങ്ങ് ഓൺ ചെയ്യാം, ക്രമേണ സിദ്ധാന്തങ്ങളൊക്കെ പഠിച്ചോളാം? അപ്പൊ ചിലര് പറയും, എനിക്ക് ഈ സിദ്ധാന്തം ഒന്നും പഠിക്കാനായിട്ട് യാതൊരു താല്പര്യവുമില്ല, എനിക്കൊരു താല്പര്യമുള്ളൂ, എന്താണ്, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ലൈറ്റ് അല്ലാതെ മതി. പക്ഷെ ചിലപ്പോൾ പോയി സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ലൈറ്റ് വരില്ല. അപ്പൊ ഇത് എന്താ വരാഞ്ഞെന്നുള്ളതാണ് പിന്നത്തെ ചോദ്യം.
ഇതെന്താ വരാഞ്ഞത്? സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ലൈറ്റ് വന്നില്ല. ഇന്നലെ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ലൈറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ലൈറ്റ് വരുന്നില്ല. എത്ര അമർത്തി സ്വിച്ച് ഓൺ ചെയ്തിട്ട് കൊണ്ട് ഓരോ ചുറ്റിക എടുത്ത് അടിച്ചു നോക്കിയിട്ട് ഒന്നും വരുന്നില്ല. പിന്നെ വേറെ ചിലർ ചെയ്യുന്നത് സ്വിച്ച് ഓൺ ചെയ്ത് ലൈറ്റ് വരുന്നില്ല. ഞാൻ അങ്ങോട്ട് പോയി 10 പൈസയുടെ ഒരു മെഴുകുതിരി വാങ്ങിച്ചതൊന്ന് കത്തിച്ചങ്ങ് വെക്കും. അതല്ലേ എളുപ്പം. അതൊക്കെ ഓരോരുത്തരുടെ ഈ വിഷയത്തെക്കുറിച്ചുള്ള അപ്രോച്ചാണ്. അപ്പൊ ചില ആളുകള് അവർ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയാ ഞാൻ ഈ രക്ഷിക്കപ്പെട്ടു? 2000 കൊല്ലം മുമ്പ് ഒരാൾ കാലുകളിലെ ക്രൂശിൽ എല്ലാവരും കൂടി ക്രൂശിച്ചു, ആണി അടിച്ച് തല്ലി കൊന്ന് അവിടെ ഇട്ടു. ഞാനത് വിശ്വസിച്ച രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അതേ ഒരു സെൻസും ഉണ്ടാവും. അത് വന്ന് 3 പേരാ ക്രൂശിക്കപ്പെട്ടത്. അതിൽ ഒരാൾ മരണത്തെ വിശ്വസിച്ചെങ്കിലേ എനിക്ക് ഗുണമുള്ളൂ. ഇടത്തും വലത്തും കിടന്ന ഓരോരുത്തരും മരണത്തെ വിശ്വസിച്ചാലൊന്നും എനിക്ക് രക്ഷ കിട്ടും. ഈ നടുക്ക് കിടന്നവന്റെ ഒറ്റ മരണത്തെ വിശ്വസിച്ചാൽ എനിക്ക് രക്ഷ. അപ്പൊ പറയാം ആടിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അതാണ്. അപ്പൊ ഞാൻ പറയാം അങ്ങനൊന്നും അല്ലല്ലോ. അദ്ദേഹത്തെ ക്രൂശിച്ച സമയത്ത് ഒത്തിരി പേര് ഉയർത്തെഴുന്നേറ്റില്ലേ? അവരിൽ ആരെങ്കിലും ഒരാളെ ഞാൻ വിശ്വസിച്ചാലും ഈ ഉയർപ്പും ആ ഉയർപ്പും തമ്മിൽ തന്നെ വ്യത്യാസം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ രക്ഷാവിജ്ഞാനത്തില് വരാറുണ്ട്. ലോകസ്ഥാപനത്തിന് മുൻപ് എൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതി. അപ്പൊ അങ്ങനെ ഒരു പുസ്തകം ലോകം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ട് അബദ്ധം ഉണ്ടാക്കിയത്? പുസ്തകം ഉണ്ടാക്കാനുള്ള വസ്തുക്കളൊക്കെ ലോകസ്ഥാപനത്തിന് ശേഷം വലിയ ഉണ്ടാക്കിയത്. അപ്പൊ അന്ന് എൻ്റെ പേരെഴുതി. ഞാനില്ലായിരുന്നല്ലോ. പിന്നെ എങ്ങനെ എനിക്കൊരു പേരുണ്ടാകുന്നത്? ഇല്ലാത്ത എനിക്കൊരു പേര് വേണം. അപ്പൊ ഞാനാണോ എൻ്റെ പേരാണോ ആദ്യം ഉണ്ടായത്? അപ്പൊ ആദ്യം ഒരു കുറെ പേര് ദൈവം ഉണ്ടാക്കി വെച്ചിട്ട് ആ പേരിന് കൊള്ളാവുന്ന ഓരോരുത്തർ കുറെ കാലം കഴിച്ചപ്പോ ഇങ്ങനെ പിടിച്ച നീ ഈ തോമസ് എന്ന് പറഞ്ഞ പേരിന് കൊള്ളാവുന്ന തീരുമാനം. ഇങ്ങനെയായിരുന്നു. അല്ലേ? ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാണ്. എന്റെ പേരാണോ ആദ്യം എഴുതിയത് അതോ കർത്താവിന്റെ മരണമാണോ ആദ്യം നിശ്ചയിക്കപ്പെട്ടത്? എന്റെ പേരെഴുതിയ ലോകസ്ഥാപനത്തിന് മുൻപും കർത്താവിന്റെ അറുക്കപ്പെടൽ ലോകസ്ഥാപനം മുതലുമാണ്. അപ്പം മുൻപുള്ളതാണോ മുതലുള്ളതാണോ? ഇങ്ങനൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ കിടക്കുക. ഞാനിതൊക്കെ ആദ്യമേ പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കാനല്ല. നമ്മുടെ ഇതിൻ്റെ അകത്ത് പഠിക്കാൻ പോകുന്ന കുറെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാം. നിങ്ങൾക്ക് വല്ല താല്പര്യം ഉണ്ടാകട്ടെ. നിങ്ങൾ കേട്ടിട്ടില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഇങ്ങനെയൊക്കെയാ കാര്യങ്ങൾ കിടക്കുന്നത്. ഡോക്ട്രിൻ ഓഫ് സാൽവേഷൻ. പാപത്തിന്റെ ശമ്പളം മരണമാണ്. പക്ഷേ രക്ഷിക്കപ്പെട്ടവർ പാപം ചെയ്താൽ നരകത്തിൽ പോവില്ല. എന്താ? പാപത്തിന്റെ ശമ്പളം മരണമാണെങ്കിൽ പാപം ചെയ്യുന്ന എല്ലാവരും ഭരിക്കണ്ടേ? രക്ഷിക്കപ്പെട്ടവനാണെന്ന് രക്ഷിക്കപ്പെടാത്തവനാണെങ്കിൽ വേണ്ടേ? അപ്പൊ രക്ഷിക്കപ്പെട്ടവർ പാപം ചെയ്താൽ മരണമില്ല. രക്ഷിക്കപ്പെടാത്തൊരു പാപം ചെയ്തെങ്കിലും മരണം. എന്തൊരു കാര്യം? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അപ്പൊ അതെന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടവർ ഞാൻ പാപം ചെയ്താൽ അവര് മരിച്ചു പോകാത്തത്? ഇതൊക്കെ നമുക്കറിയണ്ടേ? അതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഈ രക്ഷാവിജ്ഞാനം പഠിച്ചെങ്കിൽ സാധിക്കും. പിന്നെ ലോകത്തിൽ എന്തോരു രക്ഷാവിജ്ഞാനികളുണ്ടെന്നറിയാമോ? ഏതല്ല ഇനത്തിൽപ്പെട്ട ആളുകൾ. ക്രിസ്തു മാർഗത്തിൽപ്പെട്ടവരുടെ കാര്യമെന്ന് പറഞ്ഞാൽ സത്യക്രിസ്ത്യാനികളെ കുറിച്ചല്ല പറയുന്നത്. ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നവരുടെ ഇടയിൽ രക്ഷയെക്കുറിച്ച് എന്തോ ഒരു ഉപദേശമുണ്ട്. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു ആശയം പോലും ബൈബിളില്ലെന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെടുക, അങ്ങനെ ഒരു ആശയമൊന്നും ബൈബിളിലെന്ന് പറയുന്ന ക്രിസ്ത്യാനികളുണ്ട്.
രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നവരുണ്ട്. സ്വർഗത്തിൽ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് എവിടെ പോകുമെന്ന് അറിഞ്ഞതിന് ശേഷമേ ഞാൻ രക്ഷിക്കപ്പെട്ടാന്ന് വരെയെന്ന് പറയാനുള്ളൂ. ഞാനൊരിക്കൽ ഒരു പാസ്റ്ററോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, പാസ്റ്ററിന് മരിച്ച എവിടെ പോകുന്ന വെച്ചാൽ പറയാൻ ദൈവം തമ്പുരാനും പോലും കഴിക്കുന്നു. അത് പറയാൻ ദൈവം തമ്പുരാനും പോലും കഴിയുന്നു. ഞാൻ എന്താന്ന് ചോദിച്ചു, ഞാൻ മരിക്കുന്ന സമയത്ത് ഞാൻ വിശ്വാസത്തിലാണെങ്കിലേ ഞാൻ സ്വർഗത്തിൽ പോകും. ഞാൻ നേരം മരിക്കുമ്പോൾ ഞാൻ വിശ്വാസത്തിലാണെന്നോ ദൈവത്തിന് പറയാനോ? അതങ്ങനെ ദൈവം പറയുന്നു, അത് ഞാനല്ല ചെയ്യും. ഞാൻ മരിക്കുമ്പോൾ വിശ്വാസത്തിലാണ്. കണ്ടില്ലേ, ഇപ്പൊ രക്ഷാവിജ്ഞാനി എന്നൊക്കെ പറയുന്ന പോലെ തമാശ അല്ലേ? അതെ. അപ്പൊ അങ്ങനെ പഠിപ്പിക്കുന്ന ഒത്തിരി ഭാഷന്മാരുണ്ട്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടെന്നൊന്നും പറയരുത്. ഞാൻ യേശുവിൽ വിശ്വസിച്ചാന്ന് മാത്രമേ പറയാവൂ. രക്ഷിക്കപ്പെട്ടാന്ന് പറയരുത്. അത് നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ ചെല്ലുമെന്നുള്ളത് അറിഞ്ഞിട്ട് അങ്ങ് ചെല്ലു കാണി പറയണം, അപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ടതല്ലേ. അപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ടു അങ്ങനെ പറയാനോ? അതുപോലെ നമുക്ക് പറയാൻ ഒക്കില്ല. സാധ്യതയുണ്ട് നന്നായിട്ടൊക്കെ ജീവിക്കുന്നത്. അതെ, വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ രക്ഷിക്കപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പോപ്പ് പറഞ്ഞതുപോലെ കോടിക്കണക്കിന് ആളുകൾ എൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ പ്രാർത്ഥന മുഴുവൻ ദൈവം തള്ളിക്കളയുമോ? പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ആ പ്രാർത്ഥനയെല്ലാം കേട്ട് എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അല്ലാതെ ഞാൻ സ്വർഗത്തിൽ പോകുന്നത് എൻ്റെ ഗുണം കൊണ്ടൊന്നുമല്ല, ജീവനുള്ള പ്രാർത്ഥന കൊണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളാരും പോവുകയില്ല. കാരണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഉള്ളത്. കോടിക്കണക്കിന് ആളുകളില്ല, ജീവിച്ചിരിക്കുമ്പോഴും ഇല്ല, മരിച്ചതിന് ശേഷവും ഇല്ല. ഇതെല്ലാം ഈ രക്ഷയുടെ ഉപദേശത്തെ സംബന്ധിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോ രക്ഷയിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മെ രക്ഷിക്കുന്നത് ആരാ? പിതാവാണോ, പുത്രനാണോ, പരിശുദ്ധാത്മാവാണോ, അതോ നാം തന്നെയാണോ നമ്മെ രക്ഷിക്കുന്നത്? കാരണം നിങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കുന്നത് വഴി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരാ നമ്മെ രക്ഷിക്കുന്നത്? എന്നെ രക്ഷിക്കുന്നത് ഞാനാ. എന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചെങ്കിൽ പിതാവാണെന്ന് പറയുന്ന വാക്യങ്ങളുണ്ട്, പുത്രനാണെന്ന് പറയുന്ന വാക്യങ്ങളുണ്ട്, പരിശുദ്ധാത്മാവാണെന്ന് പറയുന്ന വാക്യങ്ങളുണ്ട്, ദൈവമാണ് എന്ന് പൊതുവിൽ പറയുന്ന വാക്യങ്ങളുണ്ട്. പിന്നെ പറഞ്ഞതുപോലെ ഞാനാ വിശ്വസിക്കുന്നതെങ്കിൽ എന്നെ രക്ഷിക്കുന്നത് ആരാ? രക്ഷവിശ്വാസത്താലും ആ വിശ്വാസം ഞാനാണ് ചെയ്യേണ്ടത്, എനിക്ക് വേണ്ടി ദൈവം ചെയ്യുകയില്ലെങ്കിൽ പിന്നെ ഞാനാ എന്നെ രക്ഷിക്കുന്നത്? രോഗം പോകുന്നത് മരുന്ന് കൊണ്ടും ആ മരുന്ന് വിഴുങ്ങുന്നത് ഞാനുമാണെങ്കിൽ എന്റെ രോഗം മാറ്റുന്നത് ആരാ? അങ്ങനൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ. അത് യുക്തി ചോദ്യങ്ങളാണെന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ യുക്തിയും കുറച്ചൊക്കെ യുക്തി ഇല്ലാത്ത യുക്തിരഹിതവും ഒക്കെയാണ്. ഇപ്പൊ നമ്മളൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. സ്തോത്രം, അത് നമ്മുടെ രക്ഷയാണ്. ഇങ്ങനൊക്കെ ഒത്തിരി അങ്ങ് ചിന്തിച്ചാൽ ചിലപ്പോൾ നമ്മൾ ഭ്രാന്തരായി പോവും, ചിലപ്പോൾ നമുക്ക് ഉത്തരവില്ലാതെ പോവും. അങ്ങനെ ചിന്തിക്കാത്ത ഒത്തിരി ആളുകളുണ്ട് ലോകത്തിൽ. വേറെ ആരെങ്കിലും പറയുന്നത് കേട്ടവര് ആമേൻ പറഞ്ഞങ്ങ് പോവാ. എനിക്ക് മത്തായിച്ചിന് നല്ല വിശ്വാസമാണ്, മത്തായിച്ച സത്യം പറയും. മത്തായിച്ച പറയുന്നത് സ്വർഗവും നരകവും എല്ലാം ഇവിടെ തന്നെയാണെന്ന്. അപ്പൊ മത്തായിച്ചിൽ വിശ്വസിക്കുന്നവരും മാതാവിൽ വിശ്വസിക്കുന്നവരും ഒക്കെ ഉണ്ട് അല്ലേ? എത്രയോ കത്തോലിക്കർ മാതാവിൽ വിശ്വസിക്കുന്നു, യാക്കോബക്കാർ വിശ്വസിക്കുന്നു, ഓർത്തഡോക്സുകാർ വിശ്വസിക്കുന്നു. മാതാവിൽ മാത്രം വിശ്വസിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്നവരാരും കത്തോലിക്കര്. സഹരക്ഷകയാണ്, സഹരക്ഷ, കോ സേവിയർ. പുത്രനും അമ്മയും കൂടെ ചേർന്നാണ് രക്ഷിക്കും. അങ്ങനൊക്കെ പറയുന്നു. അപ്പൊ നമ്മൾ ഈ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന ആളുകളാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോ ഈ നമ്മൾ പറയുന്നതിന്റെ ലോജിക്ക് എന്താണ്? അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? അതിന്റെ താത്വിക വശം എന്താണ്? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നത്? കൃപയാൽ വിശ്വാസത്താലാണ് നമ്മൾ രക്ഷപ്പെടുന്നതെന്ന് അതിനൊക്കെ വല്ല ആധാരമുണ്ടോ? ബൈബിളൊക്കെ തികഞ്ഞ് നോക്കണം.
ലോകത്തുള്ള സുവിശേഷ വിഹിത ക്രിസ്ത്യാനികൾ തന്നെ രണ്ട് ക്ലാസ്സുകളിലാണ്, രണ്ട് ധ്രുവങ്ങളിലാണ് രക്ഷയെ സംബന്ധിച്ച്. ഒരു കൂട്ടം ആളുകളെ കാൽവിനിസ്റ്റുകൾ എന്ന് പറയും. ജോൺ കാൽവിന്റെ പേര് കേൾക്കാത്തവരുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ അവർ സ്വർഗത്തിൽ പോകുന്ന അറിയില്ല. ഇല്ല, അങ്ങനൊന്നും ഇല്ല കേട്ടോ. സ്വർഗത്തിൽ ഇപ്പൊ ജോൺ കാൽവിൻ ഇറങ്ങിയൊന്നും വേണ്ട. ഞാനത് വെറുതെ പറഞ്ഞതേ ഉള്ളൂ. വേറൊരു കൂട്ടം ആളുകളുണ്ട്, അവരെ അർമീനിയന്മാരെന്നാ പറയുന്നത്. അർമീനിയൻസ്. ജേക്കബ് അർമീനിയസ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരാളുടെ സിദ്ധാന്തം സ്വീകരിക്കുന്ന ആളാണ്. മറ്റേത് യോഹാനിൻ കാൽവിനോസ് എന്ന് പറയുന്ന ഒരാൾ ഉപദേശം സ്വീകരിക്കുന്ന ആൾ. ഇവർ രണ്ടുപേരും ബൈബിളിൽ നിന്നാ പറയുന്ന കാര്യങ്ങൾ കേട്ടോ. രാമായണത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നും ഒന്നും ആരും കോട്ട് ചെയ്യില്ല. രണ്ടു കൂട്ടരും ബൈബിളിൽ നിന്നാ കോട്ട് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ആശയക്കുഴപ്പമെന്ന് പറയുന്നത്. പിന്നിനെയും ഇതിൻ്റെ അകത്ത് തന്നെ സബ് ഗ്രൂപ്പുകളുണ്ട്. 5 പോയിന്റ് കാൽവിനിസ്റ്റുകളുണ്ട്, 4 പോയിന്റ് കാൽവിനിസ്റ്റുകളുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർ തന്നെ ചിലർക്ക് 4 പോയിന്റ് കാൽവിനിസ്റ്റ് ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഞാൻ അവരെ കുറ്റം പറയില്ല. ഞാനൊരു 5 പോയിന്റ് കാൽവിനിസ്റ്റാണ്. വേറെ പലരും എന്നെ പഠിപ്പിച്ച പല പ്രൊഫസർമാരും 4 പോയിന്റ് കാൽവിനിസ്റ്റുകളായിരുന്നു. അറിയപ്പെടുന്ന പല സെമിനാരികളും 4 പോയിന്റ് കാൽവിനിസം പഠിപ്പിക്കുന്ന സെമിനാരികളാണ്. ആ 5 പോയിന്റ് ആയിരുന്നു, പിന്നെ 4 പോയിന്റിലേക്ക് മാറി. അപ്പൊ എന്നാ ഈ 5 പോയിന്റും 4 പോയിന്റും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പഠിക്കാനാണ് നമ്മൾ പോകുന്നത്. പിന്നെ വേറെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പും മുന്നറിവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഏതാ മുന്നേ വന്ന? രണ്ടും ഒന്നാണോ? രണ്ടും രണ്ടാണോ? ഇലക്ഷൻ, പ്രീഡെസ്റ്റിനേഷൻ, ഫോർ ഓർഡിനേഷൻ, ഇങ്ങനെയൊക്കെ പറയുന്നില്ല. ഒന്നാണോ അതോ മൂന്നും മൂന്നാണോ? എങ്കിൽ ഇവ തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം എന്താണ്? ഇങ്ങനൊക്കെ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. പിന്നെ സൂപ്രാലെസ്പേറിയനിസം, സബ് ലെസ്പേറിയനിസം, ഇൻഫ്രാലെസ്പേറിയനിസം എന്നൊക്കെ പറഞ്ഞുണ്ട്. ലാപ്സ് എന്ന് പറഞ്ഞാൽ വീഴ്ച എന്നാണ്. ആദം വീണത് ലാപ്സ്. ആദമിന്റെ ലാപ്സ് ഇലക്ഷന് ശേഷമാണോ ഇലക്ഷന് മുമ്പായിരുന്നു? ദൈവം ആളുകളെ തിരഞ്ഞെടുത്തത് ലാപ്സിന് ശേഷമാണോ ലാപ്സിന് മുമ്പാണോ? അതിനൊക്കെയുള്ള ചോദ്യമൊക്കെയാണ്. അതോ രണ്ടും ഒരുമിച്ചാണോ നടന്നത്? അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കർത്താവായ യേശു ക്രിസ്തു മരിക്കുന്നത് വിശ്വസിക്കാനുള്ളവരെ തെരഞ്ഞെടുത്തതിന് ശേഷമാണോ അതോ കർത്താവിന്റെ മരണ ഉയർപ്പ് കഴിഞ്ഞിട്ടാണോ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത്? തെരഞ്ഞെടുത്തതിന് ശേഷമാണ് മരിക്കുന്നതെങ്കിൽ മരിച്ചത് ആർക്ക് വേണ്ടിയാണ്? തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണോ അതോ തിരഞ്ഞെടുക്കാൻ പോകുന്നവർക്ക് വേണ്ടിയാണ്? തിരഞ്ഞെടുക്കപ്പെടുവാൻ പോകുന്നവർക്ക് വേണ്ടി. കല്യാണത്തിന്റെ വിളിയെല്ലാം കഴിഞ്ഞിട്ട് വിളിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണോ ചോറുണ്ടാക്കിയത്? അതോ 100 പേർ ചോറങ്ങ് ഉണ്ടാക്കിയിട്ട് ഇനി അത് തിന്നാൻ വേണ്ടി കുറെ പേരെ വിളിക്കുകയായിരുന്നു? ഇങ്ങനെയൊക്കെ ചോദ്യം രണ്ടിനുണ്ടല്ലോ. വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം ഒരുങ്ങിയിരിക്കുന്നു എന്നല്ലേ കർത്താവ് പറഞ്ഞ ഉപമയില്. എന്നിട്ട് പിന്നെ കർത്താവ് പറഞ്ഞ എന്താണ്? വിളിക്കപ്പെട്ടവരാരും ഒന്നുമില്ല, ഈ വഴിത്തലക്കിലും അവിടെ എവിടെ പോയി കണ്ടവരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു. അങ്ങനെ കണ്ടവരെല്ലാം വിളിച്ചോണ്ട് വന്ന് കൂട്ടുന്ന ഒരു രക്ഷയുണ്ട്, വിളിക്കപ്പെട്ടവർ വന്ന് ഊണുന്ന ഒരു രക്ഷയുണ്ട്. അതാണിത്. ഇതൊക്കെ രസകരമായ കാര്യങ്ങളാണ്. ആളുകൾക്ക് ഇരുന്നിങ്ങനെ വേദശാസ്ത്രികൾക്ക് ചൊറിയാനുള്ള കാര്യങ്ങളാന്ന് പറയുന്നതൊക്കെ. ഒരു മണിക്കൂറുകളല്ല, ദിവസങ്ങളല്ല, മാസങ്ങളിൽ ഇരുന്ന് ഇങ്ങനെ സമ്പാദിക്കും. ഓരോരുത്തരും ഇങ്ങനെ സമ്പാദിക്കും. അപ്പൊ കാൽവിനിസ്റ്റുകൾ വിശ്വസിക്കുന്നത് എല്ലാം ദൈവത്തിന്റെ മുന്നറിവും മുൻ തീരുമാനവും അനുസരിച്ച് പോകുന്ന എല്ലാ കാര്യങ്ങളും, സൃഷ്ടി മുതലുള്ള സകല കാര്യം ദൈവത്തിന്റെ മുന്നറിവ് അനുസരിച്ചാ പോകുന്നത്. വേറൊരു കൂട്ടർ പറയുന്നത് ദൈവം വലിയ സൂപ്പർ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് അറിയുന്നതേ ഉള്ളൂ, തീരുമാനിക്കുന്നില്ലെന്ന്. സർവജ്ഞാനി ആയതുകൊണ്ട് ദൈവത്തിനെല്ലാം അറിയാം. മറ്റേവരോട് അങ്ങനെയല്ല, ദൈവം സർവാധികാരി ആയതുകൊണ്ട് സകലവും മുന്നമേ തീരുമാനിച്ചു വെച്ചിരിക്കുന്നു. മറ്റേ ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ ദൈവം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദൈവത്തിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് സർവജ്ഞാനമാണ്. അതിനെ ആധാരമാക്കിയാണ് ദൈവം എല്ലാം ചെയ്യുന്നത്. ഇങ്ങനൊക്കെ ഒത്തിരി വാദങ്ങളൊക്കെ ഇതിന്റെ പിന്നിലൊക്കെ കിടപ്പുണ്ട്. രക്ഷയുടെ
അപ്പൊ നിങ്ങൾ എങ്ങനെയാ രക്ഷിക്കപ്പെട്ടത്? നിങ്ങൾ എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടത്? നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണെന്ന് എങ്ങനെ അറിയാം? നിങ്ങൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് പാപം ചെയ്ത് സംഭവിക്കും, മരിക്കുമ്പോൾ നിങ്ങൾ സ്വർഗത്തിൽ പോകുമോ? ഇങ്ങനെ ഒരു 10-15 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം രണ്ടാമത്തെ ചോദ്യവുമായിട്ട് ചിലപ്പോൾ ചേർന്ന് പോകില്ലേ? അതെ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് രക്ഷിക്കപ്പെട്ടു. അപ്പൊ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾ തന്നെയല്ലേ? നിങ്ങൾ വിശ്വസിച്ചിട്ട് രക്ഷിക്കപ്പെട്ടേ നിങ്ങളുടെ രക്ഷിതാവരാ നിങ്ങൾ തന്നെയാ. ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ട് എനിക്ക് സൗഖ്യമായതെങ്കിൽ എന്നെ രക്ഷിച്ചതാരാ? മരുന്ന് കുറിച്ചെന്ന് വേറെ ആളായിരിക്കും, പഠിച്ചത് കഴിച്ചാലില്ലേ? അയാൾ കുറിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ എടുത്ത് കളഞ്ഞിരുന്നെങ്കിൽ, ഞാൻ കഴിക്കാതിരുന്നെങ്കിൽ? ഇങ്ങനൊക്കെ ഒത്തിരി ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഏത് സാഹചര്യത്തിൽ എവിടെയും നമുക്ക് ഈ രക്ഷയെ പറ്റി ഭയങ്കര ഉറപ്പും നിർണയവും, ആരെങ്ങനെ കുലിക്കിയാലും നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കണമെങ്കിൽ അതിനുള്ള രക്ഷയെക്കുറിച്ചുള്ളതായിരിക്കുന്ന പരിജ്ഞാനം നമുക്ക് നന്നായിട്ട് വേണം. അല്ലാതെ നമുക്കൊക്കെ ഇല്ല. ദൈവം എന്തുകൊണ്ടാണ് വീണുപോയ ദൂതന്മാരെ രക്ഷിക്കാഞ്ഞത്? വീണുപോയ മനുഷ്യനെ രക്ഷിച്ചു, വീണുപോയ ദൂതന്മാരെ രക്ഷിച്ചില്ല. എന്തുകൊണ്ട്? നമ്മൾ ദൂതന്മാരൊക്കെ വില കൂടിയവരായതുകൊണ്ടാണോ? അതോ ദൂതന്മാർക്കാണോ നമ്മളെക്കാൾ വില? ദൂതന്മാർക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനൊക്കില്ല, ദൈവമേ എന്ന് വിളിക്കാനും. നമുക്ക് പിതാവേ എന്ന് വിളിക്കാം, കാരണം നമ്മൾ മക്കളായി തീർന്നു. ഏതെങ്കിലും ദൈവദൂതൻ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചിട്ടുണ്ടോ? നമ്മൾ കണ്ടില്ലേ? നമ്മളാണോ ദൈവം നമ്മളെ രക്ഷിച്ച ദൂതന്മാർ രക്ഷിച്ചത്? എന്തെങ്കിലും കാരണം കാണുമല്ലോ. ദൈവത്തിന് സർവാധികാരത്തിൽ അങ്ങനെ നിശ്ചയിച്ച ദൂതന്മാർ രക്ഷിക്കുന്നില്ല. അവർ പാപം ചെയ്തവന്മാരെ എല്ലാം നരകത്തിലേക്ക് വിടുക, നിത്യാഗ്നിക്ക്. മനുഷ്യർ പാപം ചെയ്തവർ വലിയൊരു ഭാഗത്തെ രക്ഷിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അത് നീതിയല്ലേ? ദൂതന്മാർ പിതാവിനോട് ദൈവത്തോട് ചോദിക്കുകയില്ലേ എന്താ അങ്ങനെ ചെയ്തതെന്ന്? അതല്ല, ഈ രക്ഷയിലേക്ക് ഒഴിഞ്ഞു നോക്കാൻ ദൂതന്മാർ പോലും ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ ഇതിന്റെ രഹസ്യം എന്താണ്? നമ്മളെ രക്ഷിക്കാതെ അവരെ രക്ഷിച്ചതിന്റെ കാര്യം തന്നെ, എന്റെ കാര്യം എന്താ? വലിയവരായ നമ്മളെ രക്ഷിക്കാതെ ശ്രേഷ്ഠദൂതന്മാരും വിശുദ്ധദൂതന്മാരും, ശ്രേഷ്ഠദൂതന്മാരും വിശുദ്ധദൂതന്മാരും ഒക്കെ രക്ഷിക്കപ്പെട്ടവരാ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ല. അവർക്ക് പാപമില്ലാത്തവരാ, വിശുദ്ധരാ, പാപത്തിൽ വീണവരാ. പക്ഷേ ഈ ലൂസിഫർ എന്ന് സാത്താൻ എന്നൊക്കെ പറയുന്ന തീറ്റർ പാർട്ടിയാണ്. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. യുക്തിവാദികൾ അതുകൊണ്ടാണ് ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ലെന്ന് അവർ പറയുന്നത്. വിശ്വസിക്കാൻ സാധ്യമല്ല. നിങ്ങൾ പറയുന്നതായിരിക്കുന്ന ദൈവം എന്ന് പറയുന്നത് ശരിയല്ല. അവൻ സർവശക്തനാണെങ്കിൽ എല്ലാവരെയും രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. ഒരു മനുഷ്യൻ നരകത്തിൽ വിടേണ്ട ആവശ്യമില്ല. അവൻ സ്നേഹമുള്ളവനാണെങ്കിൽ ആരെയും നരകത്തിൽ വിടുകയില്ല. നരകം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര സ്ഥലം, അവിടേക്ക് സ്നേഹമുള്ളൊരു ദൈവം മനുഷ്യനെ വിടും. സർവശക്തനാണെങ്കിൽ വിടേണ്ട ആവശ്യമില്ല, അവൻ രക്ഷിക്കാൻ കഴിയും എല്ലാവരെയും. സ്നേഹമുള്ളവനാണെങ്കിൽ അവൻ ആരെയും വിടുകയുമില്ല. അവനെങ്ങനെ ഇതൊക്കെ ശരിയാകും അവൻ ചോദിക്കും. ഇതൊക്കെ എങ്ങനെ ശരിയാകും? അതെ, ഒന്നുകിൽ ദൈവം സർവശക്തനല്ല, അവർ വിചാരിച്ചാലും എല്ലാവരെയും രക്ഷിക്കാൻ ഒക്കുമില്ല. ശരി, അപ്പൊ നിങ്ങൾ ദൈവം സർവശക്തനല്ല. അല്ലേ ദൈവം സ്നേഹവാനല്ല, അവനങ്ങനെ മനുഷ്യനെ സ്നേഹിക്കുന്നൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് യുക്തിവാദികൾ പറയുന്നത്. നിങ്ങൾ പറയുന്ന ദൈവം ശരിയാകാൻ ഒക്കില്ല. സർവശക്തനാണെങ്കിൽ എന്തുകൊണ്ട് എല്ലാവരും രക്ഷിക്കുന്നില്ല? സ്നേഹമുള്ളവനാണെങ്കിൽ എന്തുകൊണ്ട് എല്ലാവരും രക്ഷിക്കുന്നില്ല? അല്ലെ നിങ്ങൾ പറയണം അവൻ ദുഷ്ടനായ ഒരു ദൈവമാണ്, ഇഷ്ടമുള്ളവരെ മാത്രമേ രക്ഷിക്കത്തുള്ളൂ, ബാക്കിയുള്ളവർ നരകത്തിൽ കൊണ്ടിട്ട് പുകയ്ക്കുന്നയാളാണ്. അങ്ങനെ ആളുകൾ പറയുന്നത് നിങ്ങളുടെ ദൈവം ദുഷ്ടനായ ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനെ കൊണ്ടുപോയി നരകത്തിൽ കൊണ്ടിട്ട് പോയിക്കുക. അപ്പൊ ഇതിനൊക്കെ നമുക്കിപ്പോ ഉത്തരം പറയാൻ. ഇപ്പൊ ചിലർ പറയുന്നത് അതിനൊന്നും ഞങ്ങൾക്ക് ഇപ്പൊ ഉത്തരം തരേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങളുടെ ദൈവം നല്ല ദൈവമാ, സത്യവാനായ ദൈവമാ, ഞാൻ ദൈവത്തെ ചോദ്യം ചെയ്യാൻ ഞങ്ങളില്ല. നല്ല പോളിസിയാണ്. ദ ബെസ്റ്റ് പോളിസി എന്ന് പറയുന്നത് ഐ ബിലീവ് ഇൻ മൈ ഗാഡ്, ഐ ഹാവ് നോ ക്വസ്റ്റ്യൻ അബൌട്ട് മൈ ഗാഡ്. എന്റെ ദൈവത്തെ കുറിച്ച് എനിക്കൊരു ചോദ്യം. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെ ഉത്തരങ്ങൾ നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ ഇല്ല. സത്യത്തിൽ
എല്ലാവർക്കും തൃപ്തികരമായ ചോദ്യങ്ങൾ പറയാനായിട്ട് നമുക്കില്ല. ദൈവം മനുഷ്യനെ തിരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യമുള്ളവനായിട്ട് സൃഷ്ടിച്ചു. ശരിയോ തെറ്റോ? എങ്കിൽ പിന്നെ ദൈവം ചിലരെ രക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിന്മേൽ ദൈവം കാണിക്കുന്ന സംശയമല്ലേ? എനിക്ക് സ്വർഗത്തിൽ പോകാൻ താല്പര്യമല്ലോ, പക്ഷെ നീ എന്നെ ജബർദസ്തി തിരഞ്ഞെടുക്കുക. അപ്പൊ സുവിശേഷം പറയേണ്ടത് എങ്ങനെ? ഇഷ്ടമുണ്ടേ വിശ്വസിക്കാം, ഇഷ്ടമില്ലേ വിശ്വസിക്കാം. ദൈവം മുന്നറിഞ്ഞെന്നും ദൈവം തിരഞ്ഞെടുത്തെന്നും ഒന്നും പറയുന്നത്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ദൈവം സർവാധികാരിയും സർവജ്ഞാനിയും ഒക്കെയാണ്. അതേസമയം തന്നെ ഞാൻ വിശ്വസിക്കുന്നു ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ എങ്ങനെയാ ചേർന്ന് പോകുന്നത്? ഒരു റെയിൽവേയുടെ 2 ലൈനുകൾ പാരലായിട്ടല്ലേ പോകുന്നത്. ഇത് കൂട്ടിമുട്ടിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ എന്താ സംഭവിക്കുന്നത്? അതാ ദൈവം വെച്ച 2 പാരലൽ ലൈനുകളാണ്. ദൈവത്തിന്റെ സർവാധികാരവും മനുഷ്യന്റെ സ്വാതന്ത്ര്യവും. നിങ്ങൾ ഇത് തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ ശ്രമിച്ചാൽ വലിയ അപകടം. അത് നിങ്ങൾ പോകരുതെന്ന് ഞാൻ പറയുന്നത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തി വരുന്നത്, ദൈവം വേർപെടുത്തി വെച്ചിരിക്കുന്നതിനെ മനുഷ്യൻ യോജിപ്പിക്കാനും പോകരുത്. ഇത് രണ്ടും ഒരുപോലെ അപകടം. ദൈവം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് മനസ്സിലാക്കാനായിട്ട് മനുഷ്യനെ കൊണ്ട് സാധിക്കുകയില്ല കേട്ടോ. അത് ഞാൻ അറബിക്കടലിലെ വെള്ളം മുഴുവനും ഒരു തൊട്ടിക്കകത്ത്, എൻ്റെ കയ്യിലിരിക്കുന്ന തൊട്ടിക്കകത്ത് കോരി നിറയ്ക്കാൻ വിചാരിക്കുന്ന പോലെയാണ്. ദൈവം സർവജ്ഞാനി, ഞാൻ അല്പജ്ഞാനിയുമാണ്. അല്പജ്ഞാനമാകുന്ന ബക്കറ്റിൽ സർവജ്ഞാനമാകുന്ന കടലിനെ ഉൾക്കൊള്ളിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചാൽ ഞാൻ പരാജയപ്പെടുമോ? കടൽ പരാജയം. സെയിന്റ് അഗസ്റ്റിൻ ഭയങ്കര ബുദ്ധിമാനായ ഒരു മനുഷ്യനായിരുന്നു. നിങ്ങൾ അദ്ദേഹത്തിന്റെ എഴുത്തൊക്കെ വായിച്ചിട്ടുണ്ടെന്നറിയില്ല. ദ സിറ്റി ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശസ്തമായ ഗ്രന്ഥങ്ങളാണ്. അതൊക്കെ വായിക്കണം. അതൊക്കെ വായിക്കാതെ നിങ്ങൾക്ക് വേദശാസ്ത്രം മനസ്സിലാക്കാനൊന്നും കഴിയില്ല. അപ്പോ സെയിന്റ് അഗസ്റ്റിൻ ഒരിക്കൽ ഇങ്ങനെ കടൽത്തീരത്തോടുലാവുകയാണ്. സന്ധ്യയായി. ഒരു കൊച്ചുകുട്ടി അവിടെ ആ കടൽപ്പുറത്തിരുന്ന് ഒരു ചിരട്ട കൊണ്ട് ഒരു ചെറിയ കുഴി ഉണ്ടാക്കി ഈ കടലിലെ വെള്ളം ഇങ്ങനെ ഓരോ ചിരട്ടയ്ക്കകത്ത് കോരി ഈ കുഴിക്കകത്ത് ഒഴിക്കും. ഇങ്ങനെ അടുത്ത് തന്നെയാണ്. അങ്ങോട്ട് ഒരു ഒഴി ഒഴിക്കും, പിന്നെ കോരി ഒഴിക്കും. അപ്പൊ സൂര്യൻ അസ്തമിക്കുമ്പോൾ അഗസ്റ്റിൻ പറഞ്ഞു, കുട്ടി സന്ധ്യയായി വീട്ടിൽ പോകുന്നു പറഞ്ഞു. ഇപ്പൊ രാത്രി തിരമാലകളൊക്കെ ശക്തിയായിട്ട് അടിക്കും, നീ ചിലപ്പോൾ അതിൽ ഒഴുക്കപ്പെട്ടു. ഇല്ല അങ്ങളെ, ഞാൻ വരുന്നില്ല. ഞാൻ ഈ കടൽ മുഴുവനും ഈ ചിരട്ട കൊണ്ട് ഞാൻ കുഴിച്ച ഈ കുഴിയിലേക്ക് കോരി ഒഴിച്ചിട്ട് ഞാൻ വരുന്നത്. അപ്പോ പറഞ്ഞ ഇവിടെ പണ്ട നിന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് പറഞ്ഞു. നിന്നെ കൊണ്ട് സാധിക്കില്ലെന്ന്. അതെന്താന്ന് ചോദിച്ചു. എടാ, ഈ കടൽ എന്ന് പറഞ്ഞ എന്തോ ഒരു അപാരമാണ്. നിന്നെ ഇരിക്കുന്ന ചിരട്ട എന്ന് പറഞ്ഞാൽ 50 ലിറ്റർ 50 cc വെള്ളം കൊടുത്ത ചിരട്ടയും കൊണ്ട് സാധിക്കുമോ? അപ്പൊ അവൻ പറഞ്ഞു, പിന്നെ അങ്കിൾ എന്തുവാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. സർവശക്തി സർവജ്ഞാനിയായ ദൈവത്തെ അങ്കിളിന്റെ ചെറിയ ചിരട്ടയ്ക്കകത്ത് ഉൾക്കൊള്ളിക്കാനല്ല ഈ ഇങ്ങനെ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, ശരിയാണ്. മോനെ, നീ എന്നെ വലിയൊരു പാഠം പഠിപ്പിച്ചത്. നീ എന്നെ വലിയൊരു പാഠം പഠിപ്പിച്ചു. സർവജ്ഞാനിയായ ദൈവത്തെ എൻ്റെ മനസ്സിൽ ഒരിക്കലും പൂർണ്ണമായി ഉൾക്കൊള്ളുവാനായിട്ട് കഴിയില്ല. കുറച്ചൊക്കെ കഴിയും. ഒരു ചിരട്ട വെള്ളം കോരി കൊണ്ടുവന്ന് ലാബി കൊണ്ടുവന്നിട്ട് അത് പരിശോധിച്ച് ഇതിനകത്ത് ഉപ്പുണ്ട്, ഇതിനകത്ത് ഇതുണ്ട്, കാൽസ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ടെന്നൊക്കെ എനിക്ക് പറയാം. പക്ഷേ അത്രയൊക്കെ പറയാമെന്നല്ലാതെ ഇന്ത്യൻ ഓഷ്യനോ അറബിക്കടലോ മുഴുവൻ ഞാൻ എൻ്റെ ട്യൂബിൻ്റെ അകത്ത് വിശകലനം ചെയ്തെന്ന് പറയാനായിട്ട് ഞാൻ ഉൾപ്പെടാൻ പാടില്ല. അപ്പൊ അതാണ് ദൈവത്തെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന നമ്മുടെ ഈ പഠനങ്ങളിൽ, രക്ഷയെക്കുറിച്ചുള്ളതായിരിക്കുന്ന പഠനങ്ങളിൽ നാം ഒരുപാട് മിടുക്കന്മാരാകാനായിട്ട് പോകരുത്. നാം എന്ത് ചെയ്യണമെന്നറിയാമോ? ഞാൻ അതേക്കുറിച്ച് എൻ്റെ പോളിസി ഇതാ: വചനം വ്യക്തമായി പറയുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിക്കുക. വചനം വ്യക്തമായി പറയുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിക്കുക. നമ്മുടെ യുക്തിക്ക് ചേരുമെങ്കിലും ചേരിയില്ലെങ്കിൽ. കാരണം നമ്മുടെ യുക്തിക്ക് ചേരുമോ എന്ന് നിശ്ചയിച്ചിട്ടല്ല ദൈവം കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷെ ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം യുക്തിപൂർണമാണ്. എൻ്റെ യുക്തിക്ക് ചേരാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ യുക്തിയിൽ എന്തൊക്കെയോ പ്രശ്നമുള്ളതുകൊണ്ട്, എൻ്റെ റീസണിങ് പവറിൽ പ്രശ്നമുണ്ട്, എൻ്റെ കോംപ്രിഹെൻസീവ് എബിലിറ്റിയിൽ, എൻ്റെ ഗ്രാഹ്യതയിൽ പ്രശ്നമുണ്ട്, എൻ്റെ വിശകലനത്തിൽ പ്രശ്നമുണ്ട്.
ദൈവത്തിന്റെ പ്രസ്താവനയിൽ പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് ഗ്രഹിക്കാനുള്ള ഫുൾ കപ്പാസിറ്റി ഒന്നും ദൈവം നമുക്ക് തന്നിട്ടില്ല. കമ്പാരിറ്റീവ്ലി ചിലർക്ക് കൂടുതൽ കൊടുത്തിട്ട്, ചിലർക്ക് കുറച്ച് കൊടുത്തിട്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അത് പണ്ടൊരു കോടതിയിൽ ഒരു വക്കീൽ ഇങ്ങനെ കേസ് വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജഡ്ജി കൂടെ കൂടെ ചോദിച്ചു, വടിമീൻ 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 എന്ന് പറഞ്ഞാൽ എന്താ നീ അർത്ഥമാക്കിയത്. ഒരു 5-8 പ്രാവശ്യം വക്കീൽ ജഡ്ജി ഇങ്ങനെ ചോദിച്ചപ്പോൾ വക്കീലാകുമ്പോൾ ജഡ്ജി പറഞ്ഞതേ കാര്യം വിശദീകരിക്കാൻ എനിക്ക് കഴിയും, മനസ്സിലാക്കാനുള്ള ബുദ്ധി തരാൻ ഒക്കില്ലെന്ന് പറഞ്ഞു. ജഡ്ജിയോടൊന്നും അങ്ങനെ പറയാൻ പാടില്ല. എന്താ പറഞ്ഞു, പഴയ കാലത്ത് പറഞ്ഞു, യുവർ ലോർഡ്ഷിപ്പ്, I can only explain things, I cannot give you the ability to grasp, understand what I say. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഗ്രാഹ്യത നൽകാൻ എനിക്ക് കഴിയില്ല, വിശദീകരണം നൽകാൻ. നമ്മുടെ പ്രശ്നം അതല്ലേ. ദൈവം പല കാര്യങ്ങളും വിശദീകരിച്ച് തന്നിട്ടുണ്ട്, പക്ഷെ അത് ഗ്രഹിക്കാനുള്ള ഗ്രാഹ്യത എപ്പോഴും നമുക്കില്ല. ഐത്യോപ്യൻ പറഞ്ഞതുപോലെയാണ്, ആരെങ്കിലും പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? ഫിലിപ്പോസിന് അത് ഗ്രഹിച്ചു കൊടുക്കാൻ പൊരുൾ തിരിക്കാനുള്ളതായിരിക്കുന്ന കഴിവുണ്ടായിരുന്നുണ്ട്, അവൻ തിരിച്ചു കൊടുത്തു. എല്ലാ കാര്യങ്ങളും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നാം എല്ലാം ഒരേ അഭിപ്രായക്കാരായില്ലേ? എല്ലാത്തിനും ഓരോ വ്യാഖ്യാനങ്ങളുള്ളൂ. ഇല്ല, എത്ര വ്യാഖ്യാനങ്ങളാ. വെളിപ്പാട് പുസ്തകം എടുത്ത് നോക്കി എന്തൊരു വ്യാഖ്യാനമോ, റോമാലേഖനം എടുത്ത് നോക്കി എന്തൊരു വ്യാഖ്യാനമോ, പരസ്പര വിരുദ്ധമായ വ്യാഖ്യാനങ്ങൾ പോലും അതിലുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ചെയ്ത ഒരു പ്രസ്താവനയെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് നമ്മെ കൊണ്ട് നിശ്ചയിക്കാനായിട്ട് എപ്പോഴും സാധിക്കില്ല. എന്നാൽ ദൈവം പറഞ്ഞ എല്ലാ പ്രസ്താവനകളും സത്യവും, ദേ ആർ പ്രൊപ്പോസിഷണൽ ട്രൂത്ത്സ്. അതെല്ലാം പ്രൊപ്പോസിഷണൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പ്രസ്താവ്യ സത്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ പ്രസ്താവ്യ സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ക്രിയ, നാമം, ഒബ്ജക്റ്റീവ്, സബ്ജക്റ്റ് എല്ലാം, നാമവും ക്രിയയും കർമ്മവും കർത്താവും വിശേഷങ്ങളും എല്ലാം ഉൾപ്പെട്ട പ്രസ്താവനകളാണ് ദൈവം പറഞ്ഞത്. അതിനെ മനസ്സിലാക്കാനായിട്ട് കഴിയേണ്ടതാണ്, പക്ഷേ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. അതിൻ്റെ കാരണം നമ്മുടെ പാത്രത്തിൽ ഉൾക്കൊള്ളാൻ നമ്മുടെ പാത്രം അത്ര വലുതല്ല, ചെറിയ പാത്രമാണ്. പൗലോസ് പറഞ്ഞില്ലേ, എബ്രായർ പലതും പറയാനുണ്ട്, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞില്ലേ? വിശദീകരിച്ച് തരുവാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അതെ, പത്രോസ് പറഞ്ഞില്ലേ, പൗലോസ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ ബുദ്ധിയില്ലാത്ത മനുഷ്യരാണ്, അല്ലെങ്കിൽ ഡിസോണസ്റ്റ് ആയിട്ടുള്ള മനുഷ്യർ അതിനെയൊക്കെ മാറ്റി പൊട്ടിക്കൊള്ളുന്നു. പത്രോസിനെല്ലാം മനസ്സിലാക്കിയില്ല, പക്ഷേ പൗലോസ് പറഞ്ഞെല്ലാം ശരിയാണെന്ന് പത്രോസ് പറഞ്ഞു. മനസ്സിലായാലും മനസ്സിലായില്ല. നമ്മൾ ചിലപ്പോൾ അങ്ങനെയല്ലേ, ചില ടീച്ചേഴ്സൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ തലയൊക്കെ ആട്ടെടുത്ത സാറ് ചോദിക്കും, എന്തിനാണ് തലയെ ആട്ടിയത്? അല്ല, സാറ് പറഞ്ഞത് ശരിയാ, ഞാൻ എന്തോ പറഞ്ഞത്. എന്ത് പറഞ്ഞാലും സാർ പറഞ്ഞത് ശരിയാ. അതെ, എന്ത് പറഞ്ഞാലും സാർ പറഞ്ഞത് ശരിയാ. കാരണം സാറല്ലേ, പഠിപ്പിക്കാനായിട്ട് അയക്കപ്പെട്ട ആളല്ലേ, അത് പഠിപ്പിക്കാനുള്ള യോഗ്യതയുള്ള ആളല്ലേ, അല്ലേ? കെമിസ്ട്രിയിൽ MSc എടുത്ത് പിന്നെ BEd എടുത്ത് വന്നിട്ടുള്ള ആളല്ലേ. അപ്പൊ സാറിന് കെമിസ്ട്രി അറിയാവും എന്ന യോഗ്യത ഉള്ളതുകൊണ്ടല്ല ഇങ്ങോട്ട് അയച്ചത്. അപ്പൊ ഞാനെന്നെ സമ്മതിച്ചാൽ മതി, സാറ് പറയുന്നതെല്ലാം സത്യമാണ്. പിന്നെ സമ്മതിക്കാത്തതിൻ്റെ ആളുകളുണ്ട്, ഐൻസ്റ്റീനെ പോലെയൊക്കെയുള്ള ചില ആളുകളൊക്കെ ഉണ്ട്. അവരുടെ കയ്യോർത്ത് സാറേ അതങ്ങനെ അല്ല, കാലഹരണപ്പെട്ട ആശയഗതിയാണ്, അങ്ങനെയൊന്നുമല്ല, സയൻസും ശാസ്ത്രവും ഒക്കെ വളരെയധികം മുന്നോട്ട് പോയി എന്ന് പറഞ്ഞ പോലെ വേദശാസ്ത്രമൊക്കെ കുറച്ചേറെ പഠിച്ചതായിരിക്കുന്ന ആളുകൾ മറ്റേയാളോട് പറയും നിങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം റിസർച്ച് തന്നെ ചില വാക്കുകളുടെയൊക്കെ അർത്ഥങ്ങൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. അതെ, ഇപ്പം രക്ഷ എന്ന് പറഞ്ഞ വാക്കിന് തന്നെ എന്തോരം അർത്ഥമുണ്ട്. നമ്മളൊരു മനുഷ്യനോട് രക്ഷിക്കപ്പെട്ടാന്ന് ചോദിക്കുന്നു, അവൻ എന്താ അതുകൊണ്ട് പ്രസ്താവനയോട് മനസ്സിലാക്കേണ്ടത്? ഇന്നലെ ഉണ്ടായ ട്രെയിൻ ആക്സിഡന്റ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടയാളാണോ? കോവിഡ് രോഗം ഒരുപാട് പേര് വന്ന് മരിച്ചു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടയാളാണോ? അപ്പൊ അവിടെ നമ്മൾ രക്ഷപ്പെട്ടു എന്നാ രക്ഷിക്കപ്പെട്ടതിന് ഒരേ വാക്കൊക്കെയാ, രക്ഷപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു. എത്ര അർത്ഥങ്ങൾ ആ വാക്കിന് തന്നെ ഉണ്ട്. ദുബായിലൊക്കെ പോയി ജോലിയൊക്കെ കിട്ടി ചിലർ പറയും ഏതായാലും അവർ രക്ഷപ്പെട്ടെന്ന് പറയില്ലേ. ഏതായാലും ചെറുക്കാൻ പോയതുകൊണ്ട് അവര് രക്ഷപ്പെട്ടു. അതും രക്ഷ. വെള്ളത്തിൽ വീണവനെ ആരോ പിടിച്ച് കയറ്റി എടാ നീ എന്നെ ഏതായാലും രക്ഷിച്ചു, നീ ഏതായാലും രക്ഷപ്പെട്ടു. അതുപോലെ രക്ഷ, അതും രക്ഷ. ക്ഷയരോഗം പിടിച്ച് ചമച്ച് കുറച്ച് നടന്നതാണ്, ഏതായാലും രോഗമൊക്കെ സൗഖ്യമായി. ഇപ്പം പറഞ്ഞു നീ ഏതായാലും രക്ഷപ്പെട്ടു.
അതുപോലെ രക്ഷ ഒത്തിരി വിധത്തിലുണ്ട്. ഇപ്പൊ നമ്മൾ ഒരാൾ രക്ഷിക്കപ്പെട്ടാണെന്ന് ചോദിക്കുമ്പോൾ അതിൽ എന്താ മനസ്സിലാക്കിയെന്നറിയില്ല. അയാൾ ചിലപ്പോൾ ഉത്തരം പറയും, പക്ഷെ അയാൾ ഉദ്ദേശിച്ചതിനെ കുറിച്ച് അതറിയാം. അയാൾ ഉദ്ദേശിച്ച ഇന്നലെ പോലീസുകാരുടെ വീട്ടിൽ അയൽക്കാരൻ വഴിക്കെതിരെ ഒരു പരാതി പറഞ്ഞു. അത് അന്വേഷിക്കാൻ പോലീസുകാരൻ വന്ന് ഏതായാലും രക്ഷപ്പെട്ടു പോയി, കാരണം പോലീസ് വന്നപ്പോൾ അയാളോടില്ലായിരുന്നു. അപ്പൊ എന്താ ഈ രക്ഷ എന്നുള്ളത് തന്നെ നമ്മൾ പറയാം. ദൈവം എന്താ മൃഗങ്ങളെ രക്ഷിക്കാത്തത്? ആനയും കുതിരയും പട്ടിയും അതിനൊക്കെ രക്ഷിക്കാത്തത് എന്താ ദൈവം? ആത്മാവില്ലാത്ത നമ്മൾ പറയുന്നു. അവയ്ക്കും ആത്മാവുണ്ടെന്ന് പറയുന്ന ഒത്തിരി ആളുകൾ നമ്മളുടെ പോലും ഉണ്ട്. കാരണം ആത്മാവിന് വേണ്ടി എബ്രായ ഭാഷ ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കുന്ന വാക്ക് ജന്തുക്കൾക്ക് വേണ്ടി ചില സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് സഭാപ്രസംഗിയിൽ ശലോമോൻ പറയുന്നുണ്ട്, മനുഷ്യന്റെ ആത്മാവ് ഭയപ്പെട്ടു പോകുന്നു, മറ്റേ ആത്മാവ് ആത്മാവിനെ താഴ്ത്തു പോകാനോ. പശു മണത്തിട്ട് കൊള്ളാകുന്ന പുല്ല് തിന്നത്തുള്ളൂ, മനുഷ്യനാണെങ്കിൽ മൂക്കെ പിടിച്ചുകൊണ്ട് ചാരായ വായിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ആർക്കും അഭിവേചനം തിരിച്ചറിവുകളുള്ളത്. തീ കണ്ടാൽ ജന്തുക്കൾ ഓടിപ്പോകും, മനുഷ്യൻ തീ കത്തിച്ച് ഈ ചുണ്ട വെച്ചുകൊണ്ട് വലിയ വേപ്പെട്ട് കിട്ടിയോ. ആർക്കും അഭിവേചനം കൂടുതലുള്ളത്? ഞാൻ ചോദിച്ചത് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ചോദിച്ചതാണ്. നിങ്ങളുടെ ഉത്തരം തെറ്റായിട്ടല്ല. തിരിച്ചറിവില്ലെന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, ഈ മൃഗത്തിൻ്റെ അത്ര തിരിച്ചറിവ് ഇവനില്ല. ഇന്നിപ്പോ ആരോ എന്നോട് പറഞ്ഞു, ഇന്നത്തെ പേപ്പറിലോ ന്യൂസിലോ അങ്ങോട്ട് ഇംഗ്ലണ്ടിലെ ഒരു മലയാളി അച്ഛൻ ഒരു മലയാളി പുരുഷനെ ഒരു മലയാളി പുരുഷനെ 2 മലയാളി പുരുഷന്മാരെ കല്യാണം കഴിപ്പിച്ചത്. പള്ളി വെച്ച് മലയാളി അച്ഛൻ. അപ്പൊ അച്ഛനാണോ തിരിച്ചറിവുള്ളത്? തിരിച്ചറിവ് ആർക്കാ ഉള്ളത്, ആർക്കാ ഇല്ലാത്തത്? അതെ. അപ്പൊ ഒത്തിരി കാര്യങ്ങളൊക്കെ അതിന് പിന്നിലുണ്ട്. ദൈവം മൃഗങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ അതിന് കാരണം അവർക്ക് ആത്മാവില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതുപോലെയുള്ള വാക്യങ്ങളൊക്കെ ആളുകൾ കൊണ്ടുവരും. അതിനൊക്കെ ഉത്തരം നമ്മൾ പറയണം. തിരിച്ചറിവില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തിരിച്ചറിവൊക്കെ ഉണ്ടെന്ന് പറയും. തിരിച്ചറിവൊക്കെ ഉണ്ട് എന്ന് പറയും. എന്നാൽ അത് തിരിച്ചറിവാണെന്നൊക്കെ ചോദിച്ച കാര്യങ്ങൾ ഇതേക്കുറിച്ചൊക്കെ നമുക്ക് സമ്പാദിക്കാം. ഞാനങ്ങനെ മുഖപരിയായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയത്തിന്റെ വിശാലത വളരെയാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാനതൊക്കെ പറഞ്ഞത്. പാപിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രക്ഷയേക്കാൾ പ്രാധാന്യമേറിയ ഒരു വിഷയം വേറെ ഇല്ല. ഒരു പാപിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രക്ഷയേക്കാൾ പ്രാധാന്യമേറിയ ഒരു വിഷയം വേറെ ഇല്ല. സൃഷ്ടാവായ ദൈവവുമായി രമ്യതയെത്തുക എന്നുള്ളതാണ് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യം. വ്യക്തിപരവും ദേശീയവും പ്രാപഞ്ചികവുമായ സകല പ്രശ്നങ്ങൾക്കും പാപം കാരണമാകിയാൽ പ്രശ്നപരിഹാരം ദൈവം നൽകുന്ന രക്ഷയിലൂടെ മാത്രമാണ്. അതിനാൽ രക്ഷ എന്ന ആശയത്തിന് വ്യക്തിപരവും ദേശീയവും പ്രാപഞ്ചികവും കോസ്മിക് ആയ വ്യാപ്തിയുണ്ട്. വലിയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇന്ത്യ രക്ഷപ്പെട്ടു, ഈ പ്രപഞ്ചത്തിന് രക്ഷയുണ്ടായി. വലിയ ആശയങ്ങളാണ്. ഇസ്രയേൽ രക്ഷപ്പെട്ടു എന്നത് ബൈബിൾ എത്രയോ പ്രാവശ്യം ഇസ്രയേലിന്റെ രക്ഷ. ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ രാജ്യമാണ്, ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ഒരു ജനതയാണ്, അല്ലേ? എല്ലാമാണ്. ഇതെല്ലാം വലിയ വലിയ വിഷയങ്ങളാണ്. തിരുവെഴുത്തുകളിലെ അതിമഹത്തായ വിഷയമാണ് രക്ഷ എന്നുള്ളത്. പാപിയായ മനുഷ്യനെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ വേണ്ടിയാണ് തിരുവെഴുത്തുകൾ നൽകിയത്. 2 തിമോഥെയോസ് 3:14-17 വായിക്കുമ്പോൾ അറിയാം, എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസ്യമാണ്, രക്ഷയ്ക്ക് തന്നെ ജ്ഞാനിയാക്കുവാൻ പര്യാപ്തമാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. തിരുവെഴുത്തുകളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം രക്ഷകനായ ക്രിസ്തുവും അവൻ മുഖാന്തരം ലഭ്യമാകുന്ന രക്ഷയുമാണ്. യേശു ക്രിസ്തുവിനുള്ള പേര് തന്നെ നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു, രക്ഷിതാവായ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പേരിൽ തന്നെ എന്തുണ്ട്? രക്ഷിക്കുക എന്ന ആശയം ഉണ്ട്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ രക്ഷിപ്പാനിരിക്കുന്നുണ്ട്. നീ അവൻ യേശു എന്ന പേര്. യേശു ക്രിസ്തു എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടാണ് രക്ഷയിരിക്കുന്നത്. രക്ഷ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യക്തിയായ യേശു ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ളതാണ്. കാരണം മറ്റൊരുത്തനും രക്ഷയില്ല. താൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരെ നൽകപ്പെട്ട പോലൊരു. അപ്പൊ പിന്നെ
മനുഷ്യൻ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട ഒരൊറ്റ നാമം ഉള്ളെങ്കിൽ ആ നാമമായിരിക്കണം ലോകത്തിലെ ഏറ്റവും വലിയ നാമം. ആ നാമത്തിനുടയവനായിരിക്കണം ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തി. യേശു ക്രിസ്തു എന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, ഒരാളുമില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശു എന്ന ഏകനാമം. രക്ഷയ്ക്ക് പര്യാപ്തമായ ഒരു നാമമേ ഉള്ളൂ, രക്ഷിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതാണ് മറ്റെല്ലാ മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ദൈവത്തിന് മാത്രം മഹത്വം നൽകുന്ന ഒരു രക്ഷാ സംവിധാനമാണ് വിശുദ്ധ ബൈബിളിലുള്ളത്. വേറെ ഒരു മതത്തിലുമില്ല. രക്ഷ എന്ന ആശയം തന്നെ വാസ്തവത്തിൽ പല മതങ്ങളിലുമില്ല. ഇല്ല. മോക്ഷം പ്രാപിക്കുക, ഹിന്ദുമതത്തിൽ വേറെ എന്താ ആശയങ്ങളുള്ളതും? എന്താ വേറെ ഉണ്ട്? നമ്മുടെ ആത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നതിന് എന്തോ അവർ പറയുന്നത് ഉണ്ട്. ചില ആശയങ്ങളൊക്കെ ഉണ്ട് അവർക്ക്, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ ഈ ബൈബിൾ പറയുന്ന രക്ഷ എന്ന് പറഞ്ഞ ആശയം വേറൊരു മതത്തിനുമില്ല. അങ്ങനെ രക്ഷകനും വേറൊരു മതത്തിൽ. കാരണം ബൈബിൾ പഠിപ്പിക്കുന്ന പാപം എന്ന് പറഞ്ഞ ആശയം വേറൊരു മതത്തിനുമില്ല. തെറ്റും കുറ്റവും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു എന്നുള്ള ആശയം ബൈബിളിന്റെ തന്നെ മാത്രം ആശയം. കർത്താവായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞ ഏക മനുഷ്യൻ മരിച്ചാൽ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും രക്ഷ കിട്ടുമെന്ന് പറയാൻ വേറൊരു മതത്തിലും ഒന്നില്ല. ഈ ഏക മനുഷ്യൻ ആദം എന്ന് പറഞ്ഞതായിരിക്കുന്ന മനുഷ്യനാണ്. ആദം, ഒന്നാമത്തെ ആദവും അവസാനത്തെ ആദവും. ഒന്നാമത്തെ ആദം പാപം ചെയ്തതിനാൽ എല്ലാവരും പാപികളായി തീർന്നു. അവസാനത്തെ ആദമായിരിക്കുന്ന യേശു ക്രിസ്തു പാപത്തിന് വേണ്ടി മരിച്ചപ്പോൾ ആ വർഗത്തിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെട്ടു. രണ്ടു വർഗമാണ് ലോകത്തുണ്ട്. ഒന്ന് ആദാമിന് വർഗവും രണ്ടാമത്തെ അവസാനത്തെ ആദാമിന് വർഗവും, അത് യേശു ക്രിസ്തുവിന് വർഗവും. ഒന്നാമത്തെ ആദാമിന്റെ സന്തതികളായിട്ട് ശാരീരിക ജനനത്താൽ ജനിക്കുന്നു. അവസാനത്തെ ആദാമിന്റെ സന്തതികളായിട്ട് വീണ്ടും ജനനത്താൽ ജനിക്കുന്നു. രണ്ടും ജനനത്താലാണ്. നിക്കോദിമോസ് ചോദിച്ചു, വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കയറി ജനിക്കണോ രണ്ടാമത്തെ വേണ്ട എന്ന് പറഞ്ഞു. ആ അമ്മയുടെ ഉദരത്തിൽ കയറി ജനിച്ചാൽ ഒന്നാമത്തെ ജനനം തന്നെ ആയിരിക്കും. ഒന്നാമത്തെ ജനനത്തിന് രണ്ടാം ഭാഗമേ ആവും. രണ്ടാമത്തെ ജനനം എന്ന് പറയുന്നത് വീണ്ടും ജനനം എന്ന് പറയുന്ന ജനനമാണ്. പുതിയ ജനനം എന്ന് പറയുന്ന ജനനമാണ്. അത് ആത്മാവിനാൽ മാത്രമുള്ള ജനനമാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ മാത്രമുള്ള ജനനമാണ്. നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് ഒരിക്കൽ ജനിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഒരിക്കൽ ജനനത്തിൽ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അതെ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ഏകന്റെ അനുസരണക്കേടിനാൽ മരണം വന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ രക്ഷയും കടന്നു വരികയാണ്. പക്ഷെ വ്യത്യാസം ഇതേ ഉള്ളൂ. ആദ്യത്തെ ഏകന്റെ ലൈനിൽ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾ രണ്ടാമത്തെ ഏകന്റെ ക്യൂവിലേക്ക് കയറിയെങ്കിൽ ഇത് കിട്ടത്തുള്ളൂ, ഈ രക്ഷ കിട്ടും. ആദ്യത്തെ ആദാമിന്റെ ലൈനിൽ നിൽക്കുന്നിടത്തോളം ആ ലൈൻ എവിടെയാണ് ചേരുന്നതെന്നറിയോ? ആ ലൈനിന്റെ അവസാന നിത്യനരകത്തിലാണ്. ആ ലൈനിൽ നിന്ന് രണ്ടാമത്തെ ലൈനിലേക്ക് കയറണം. ആ ലൈനിൽ നിൽക്കുന്നവരെല്ലാവരും എവിടെ ചെല്ലുന്നറിയാം? നിത്യജീവനിലേക്കാണ്. ബ്രോഡ്വേ എന്ന് കേട്ടിട്ടില്ലേ? ബ്രോഡ്വേ എന്താ? ബ്രോഡ്വേ എന്ന് കേട്ടിട്ടില്ലേ? അമേരിക്കയിലെ സിനിമയുടെ കേന്ദ്രമാണ് ബ്രോഡ്വേ എന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞു, വിശാലമുള്ള ബ്രോഡ്വേ ഏതാന്ന് പറഞ്ഞത് അങ്ങോട്ടാ ചെന്നത്. നാരോവേ നാരോവേ ഇടുങ്ങിയ വഴിയും ആണ്. അതിനോട് കയറണേ തന്നെ വലിയ പ്രയാസം. ഇടുങ്ങിയ വഴികൾ, അത് ജീസസിന്റെ വഴിയാണ്. ജീസസിന്റെ വഴി, കുരിശു എടുത്തുകൊണ്ട് പോകുന്ന വഴിയാണ്. ആ വഴിയിലൂടെ മാത്രമേ നമുക്ക്. യഹൂദന്മാരുടെ ഒരു ഐതിഹ്യമുണ്ട്. അബ്രഹാം പിതാവ് ഒരു കസേരയിട്ട് നരകത്തിന്റെ വാതിലിന്റെ മുൻപിൽ അങ്ങനെ ഇരിക്കുമെന്നാണ്. നരകത്തിന്റെ വാതിൽ ഏതെങ്കിലും യഹൂദൻ വഴി തെറ്റി അവിടെ വന്നു കഴിഞ്ഞാൽ അബ്രഹാം പിതാവ് അവനെ തള്ളി മറ്റേ ലൈനിലേക്ക് കയറ്റി. അങ്ങനെ എല്ലാ യഹൂദനും രക്ഷപ്പെടുക.
എല്ലാ യഹൂദനും രക്ഷപ്പെട്ടു. ഒരു യഹൂദൻ പോയി, അത് യൂദാ ഇസ്കരിയോത്താ കാര്യം പോട്ടെ. പിന്നുള്ള എല്ലാ യഹൂദനും രക്ഷപ്പെട്ടു. അബ്രഹാം പിതാവും രക്ഷനായിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞങ്ങൾക്ക് അബ്രഹാം പിതാവ് ഉണ്ടെന്നൊന്നും പറയരുത്. ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ജനിപ്പിക്കാൻ കഴിയുന്നവനാണ് ഞാൻ, എൻ്റെ ദൈവം. അബ്രഹാം പിതാവ് വിശ്വസിച്ചാൽ എല്ലാ യഹൂദന്മാരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കുകയില്ല. എന്തിന്? ഇശ്മായിലെ കൊണ്ടുപോകത്തില്ലല്ലോ. സ്വന്തം ശരീരത്തിൽ ജനിച്ചവനല്ലേ? ഇല്ല. അപ്പൊ ഈ രക്ഷ എന്ന് പറയുന്നതായിരിക്കുന്ന ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതല്ല, എന്നാൽ അത് പുത്രത്വവുമായി ബന്ധപ്പെട്ടതാണ്. അവനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കൾ ആകുവാൻ അധികാരം കൊടുത്തു. പുത്രന്മാരായി മക്കളെ അഡോപ്റ്റ് ചെയ്തു. അതാണ് ഗലാത്യ ലേഖനത്തിലെ വലിയൊരു തിയറി. രക്ഷയുടെ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്ന ഒരുപാട് പ്രയോഗങ്ങളും ഉപയോഗങ്ങളും പുതിയ നിയമത്തിലുണ്ട്, പഴയ നിയമത്തിലുണ്ട്. ക്രൂശിന്റെ സന്ദേശത്തെ വികലമാക്കുന്നവരെ കുറിച്ചെല്ലാം പൗലോസ് പറഞ്ഞ അവർ ശപിക്കപ്പെട്ടവരെന്നാണ്. ഞാൻ പ്രസംഗിച്ച സുവിശേഷത്തിന് വിപരീതമായി ഗബ്രിയേൽ ദൂതനാകട്ടെ, മീഖായേൽ ദൂതനാകട്ടെ, റാഫേൽ ദൂതനാകട്ടെ, ഇനിയും വേറൊരു അപ്പോസ്തലനാകട്ടെ, ആര് പ്രസംഗിച്ചാലും അവൻ ശപിക്കപ്പെട്ടവൻ, ആദ്യമാവൻ, നെറ്റിം ഗോറ്റുഹലെന്ന്. പൗലോസ് പ്രസംഗിച്ച ഒരു സന്ദേശമുള്ള രക്ഷയുടെ സന്ദേശം എന്ന് പറയുന്നത് അതേ സന്ദേശമാണ് ആദാമിന്റെ കാലം മുതൽ, അതായത് 3:15 മുതൽ ഇങ്ങോട്ട് പ്രസംഗിച്ചു വരുന്ന സന്ദേശം അത് തന്നെയാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന് തലത്താൽ. ലാറ്റിൻ ഉൾഗാത്തായിൽ അവരത് തെറ്റിച്ച് പരിപാടി. അവൻ സർപ്പത്തിന്റെ തലയെ തകർക്കും എന്നുള്ളത് അവൾ സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന് മാതാവിന് വേണ്ടിയാക്കി അവര്. എന്തെങ്കിലും വ്യത്യാസം വരുത്താതെ അവരുടെ സിസ്റ്റം അക്കോമഡേറ്റ് ചെയ്യാൻ ഒക്കില്ല. രക്ഷയ്ക്കുള്ള നിസ്തുല്യ സ്ഥാനത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വസ്തുത, അനേക വസ്തുക്കളുണ്ട്. രക്ഷ നിരസിക്കുന്നവർക്ക് കിട്ടുന്ന ശിക്ഷയാണ്. ഈ രക്ഷയുടെ സന്ദേശം നിരസിക്കുന്നവർ എവിടെയാണെന്ന് ചാടുന്നത്? വിശ്വസിക്കാത്ത ഏവനും നശിച്ചു പോകും. അങ്ങനെയല്ല, വിശ്വസിക്കുന്നവൻ ജീവനുണ്ട്, വിശ്വസിക്കാത്തവൻ ജീവനെ കാണുകയില്ല. അങ്ങനെയാ. സുവിശേഷം വിശ്വസിക്കുന്നവന് ജീവനുണ്ട്, വിശ്വസിക്കാത്തവൻ ജീവനെ കാണുകയില്ല. അത് ഈ സുവിശേഷവന്റെ രക്ഷ എന്ന് പറഞ്ഞ ആശയം എത്ര മഹത്തരമാണെന്ന്. ഈ രക്ഷയുടെ സന്ദേശം ഒരാളൊന്ന് വിശ്വസിക്കാൻ നിരസിച്ചു പോയെങ്കിൽ അവൻ എവിടെയാ ചെന്ന് ചെയ്യുന്നത്? നിത്യനരകത്തിൽ. എന്തോ ഒരു ഭയങ്കര. പാസ്പോർട്ട് കയ്യിൽ നിന്ന് പോകുന്നവരെല്ലാം, അല്ലെങ്കിൽ നമ്മുടെ എന്തോ കാണാം, ഇപ്പൊ കാർഡുകളൊക്കെ ഉണ്ടല്ലോ, ഈ കാർഡ് കയ്യിലില്ലാത്തവരെ എല്ലാം ജയിലിൽ പിടിച്ചിരുമെന്ന് പറഞ്ഞാൽ കാർഡിന്റെ പ്രാധാന്യം എത്രയാ? ആധാർ കാർഡ് ചോദിച്ചിട്ട് കയ്യിലില്ലാത്തവരെ എല്ലാം പിടിച്ച് ജീവനത്തിൽ ജയിലിരുമെന്ന് പറഞ്ഞാൽ വേദന അങ്ങനെയാ വരുന്നത്. എന്തിനും ആധാർ കാർഡ് വേണം. ഇപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കും, ഈ ആധാർ കാർഡ് എന്ന് പറഞ്ഞ സാധനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെയാ നിത്യജീവന് വേണ്ടിയുള്ള വിശ്വാസമില്ലാത്തവരെ എല്ലാം നിത്യനരകത്തിലേക്ക് തട്ടുമെന്ന് പറഞ്ഞാൽ ഈ വിശ്വാസം എന്ന് പറയും, രക്ഷ എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു പ്രാധാന്യമുള്ളതാണ്. അതൊക്കെ ആളുകൾ തമാശയായിട്ട് എടുക്കുന്നു എന്നുള്ളത് സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അനേകം അങ്ങനെ തമാശയായിട്ട് എടുക്കുന്നു. ചിലർ പറയുന്ന ദൈവം തമ്പുരാൻ കയറ്റി വിട്ടില്ലെങ്കിൽ ഞങ്ങളും കയറി പോകുന്ന. പണ്ട് വക്കീൽ അതേക്കുറിച്ച് പറഞ്ഞത്, ഈ സ്വർഗത്തിൽ കേസ് വാദിക്കാനായിട്ട് ആളുകൾ വരും. അപ്പൊ തന്റെ പാർട്ടിക്ക് വേണ്ടി കേസ് വാദിക്കാനായിട്ട് ദൈവം പാകെ പുറത്താണ് നിൽക്കുന്നത്. ഇവൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇവൻ പറഞ്ഞു, ഇവന്റെ കയ്യിൽ ഇരിക്കുന്നതായിരിക്കുന്ന ഈ IPC ഇന്ത്യൻ പീനൽ കോഡ് അവനെടുത്ത് അകത്തേക്ക് ഒരു ഏറി. അവിടെയുള്ള ഒരു ദൂതിനകത്ത് തൊടുകില്ലതും ശുദ്ധമായ ഗ്രന്ഥമാണ്. അപ്പൊ അവസാനം ഈ വക്കീലിനോട് പറയാം, നീ തന്നെ പോയി എടുത്തോളാൻ. അവനെ അങ്ങനെ അകത്ത് കയറി എടുക്കും. അവനകത്ത് കൊണ്ട കൂടി പുറോട്ടോ കൂടും. അപ്പൊ ഓരോരുത്തർക്ക് രക്ഷയെ പറ്റിയുള്ള ആശയങ്ങൾ എന്നൊക്കെ പറഞ്ഞാലേ, ദൈവത്തെ പറ്റിയുള്ള ആശയം, ദൈവത്തിന്റെ ന്യായാസനം എന്നൊക്കെ പറഞ്ഞാലേ, ഈ രക്ഷ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളതാ. അവന്റെ വിചാരം എന്ന് പറഞ്ഞാൽ സെഷൻസ് കോടതിയില് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നാകെ കേസ് വാദിക്കുന്ന പോലെയൊക്കെയാണ് ദൈവത്തമ്പുരാന്റെ മുന്നാകെ പോയി കേസ് വാദിക്കുന്നത്. ഉണ്ടയൊക്കെ വിഴുങ്ങി ഇവിടെ രക്ഷപ്പെടാൻ കഴിയും, പക്ഷെ അവിടെ രക്ഷാൻ കഴിയില്ല. ഇല്ല. അവിടുത്തെ സാക്ഷികൾ ആരാന്നറിയോ? ആകാശത്തെയും ഭൂമിയെയും വിളിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലായിക്കോണം.
ഒരുത്തനെ നീ എന്തിനാ മോഷ്ടിച്ച് ചോദിച്ചാൽ മോഷ്ടിച്ചില്ലെന്ന് പറഞ്ഞാൽ ഉടനെ കർത്താവ് പറയും വരട്ടെ സാക്ഷി. മോഷ്ടിച്ച സ്ഥലവും മോഷ്ടിച്ച സാധനവും മോഷ്ടിച്ച മുറിയെല്ലാം വരുന്നു. ഇവൻ അത് എടുക്കുന്നതായിട്ട് ഇന്നത്തെ ക്യാമറ ഉണ്ടല്ലോ, എന്തോ ക്യാമറ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ ക്യാമറയിൽ അതെല്ലാം കാണിക്കുന്നു. വല്ലതും പറയാൻ പോകും. അങ്ങനെ ഓരോ കൊലപാതകം ചെയ്താലും വിചാരം ചെയ്താലും എന്ത് ചെയ്താലും ഇത് ക്യാമറയിൽ കാണിക്കും. അതെ. പിന്നെ ഒരേ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അവിടെ ആരും അങ്ങനെയൊന്നും പറയില്ലെന്നാ എൻ്റെ വിചാരം. ചെല്ലു പറയുന്നത് പറയുമെന്ന 2 പുസ്തകങ്ങൾ തുറക്കുമെന്ന ന്യായവിധിയിൽ. അതിലൊരു പുസ്തകം ആരെങ്കിലും ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, ദൈവം ഞാൻ രക്ഷിക്കപ്പെട്ട് വിശ്വസിച്ചവനാണെന്ന് പറഞ്ഞ് ദൈവം 2ാമത്തെ പുസ്തകം രക്ഷിക്കപ്പെട്ടവരുടെ പുസ്തകം. ആ പുസ്തകം ജീവന്റെ പുസ്തകം എടുത്തിട്ട് പേരെന്താ? പേര് പേബ്രാദോസ് പറഞ്ഞ അവിടെ 5000 പേബ്രാദോസ് വരെ കാണും. ദൈവം തമ്മിൽ ആശ. അപ്പൊ അത് പറയില്ല. ജനറ്റിക് കോഡ് ആയിരിക്കുമെന്നാ ചിലർ പറയുന്നത്. ആയിരിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ജനറ്റിക് കോഡ് ആർക്കും ഇല്ലെന്നാ പറയുന്നത്. ഫിംഗർ പ്രിന്റ് പോലും സാമ്യമുണ്ട്, പക്ഷെ ജനറ്റിക് കോഡിന് സാമ്യമില്ല. ഇരട്ടകളുടെ ജനറ്റിക് കോഡിന് ആണ്. അപ്പൊ ഈ കോഡായിരിക്കും അവർ എഴുതിയിരിക്കുന്ന പറയുന്നത്. എങ്ങനെയൊക്കെ ഈ കോഡ് എഴുതുന്നത് എനിക്കറിയില്ല. ആ കോഡ് വിളിക്കുമ്പം വേറെ ആരും മുന്നോട്ട് വരില്ല. അതൊരു ആശ്വാസമാണ്. മാർട്ടിൻ ലൂതറൊക്കെ പറഞ്ഞു, സ്വർഗത്തില് ദൈവം പേരെഴുതുന്നത് ഭൂമിയിൽ പേരെഴുതുന്ന പോലെ അല്ല. അല്ലെങ്കിൽ ഞാനാ മാർട്ടിൻ ലൂതർ എന്ന് പറയുമ്പോ എനിക്ക് മുന്നിൽ ജീവിച്ചിരുന്ന 1000കണക്കിന് മാർട്ടിൻ ലൂതർമാരുണ്ട്. അവർ കയറിപ്പോവും, ഞാനിവിടെ നോക്കി നിൽക്കും. അങ്ങനെയല്ല പേര് വിളിക്കുന്ന. അങ്ങനെയല്ല പേര് വിളിക്കുന്നത്. അവിടെ നിങ്ങൾ പ്രയാസപ്പെടണ്ട. നിങ്ങൾ എത്ര നല്ല പേരാന്നേലും എനിക്കറിയാവുന്ന ഒരു 10-15 ഏബ്രാദോസുകാർ ഈ കൊച്ചു കേരളത്തിൽ തന്നെയുണ്ട്. പ്രധാനക്കാരുടെ ഇടയിൽ ഉപദേശിമാരായും സുവിശേഷകന്മാരായും ബാലസംഘത്തിന്റെ ആളായും ഇങ്ങനെയൊക്കെ നല്ല മനുഷ്യർ, വലിയ വലിയ മനുഷ്യർ. അപ്പൊ ഏബ്രാദോസ് മുന്നോട്ട് വരണമെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കയറിപ്പോവും, ഞാൻ പുറത്തള്ളിപ്പോവും. പിന്നെ കർത്താവ് അങ്ങനെ വിളിക്കുന്നില്ല. പാട്ടിപ്പോ അങ്ങല്ലയോ, റോൾ ഈസ് കോൾഡ് യോണ്ടർ ആൻഡ് ബി ദെയർ. പേര് വിളിക്കും നേരെ ഞാനും കാണും. അതെ. അപ്പൊ ദൈവത്തിന്റെ ഒരു പരിപാടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ആർക്കും കഴിയില്ല. കഴിയാത്ത വിധത്തിലാണ് ദൈവം അത് ചെയ്യുന്നത്. ജനറ്റിക് കോഡാണോ ഇനി വേറെ കോഡാണോ? ഇപ്പൊ കണ്ണിനെടുക്കുന്ന പണ്ടൊക്കെ ഇതായിരുന്നു എടുക്കുന്നത്. അപ്പൊ അതല്ലേ ഇപ്പോ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ നോക്കിയാൽ മതി. നമ്മുടെ ഐഡന്റിഫിക്കേഷൻ മാർക്കല്ല. അതും പോയി കണ്ടു മാറ്റി വെച്ചാൽ എന്തോ ചെയ്യും? അപ്പൊ ഞാൻ ഇന്നത്രേ പറഞ്ഞുള്ളൂ, പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. ഈ രക്ഷ എന്ന് പറയുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ടു, പ്രൈസ് ദി ലോർഡ്, രക്ഷിക്കപ്പെട്ടു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ രക്ഷിക്കപ്പെടും എന്നൊക്കെ ആളോട് പറയുമ്പോൾ അവർ വിശ്വസിക്കുന്നുണ്ട്. ഇവരൊക്കെ ശരിക്കും വിശ്വസിച്ചവരാന്ന്. എന്തോ വിശ്വസിച്ചത്? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്കറിയാം. നീ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്ത എന്താണ്? ഇനി നരകമില്ലെന്നാന്നോ? അതോ എന്താ അവർ വിശ്വസിക്കുന്നത്? എന്താ അവരോട് പറയുന്നത്? നമ്മൾ ഈ രക്ഷയെക്കുറിച്ചൊക്കെ പറയുമ്പോഴേ നമുക്ക് നല്ല പരിജ്ഞാനം ഉണ്ടെങ്കിൽ സുവിശേഷം ക്ലിയറായിട്ട്, വളരെ ക്ലിയറായിട്ട് പറയാം. ഞാൻ പാലായി വെച്ചൊരു അമ്മച്ചിയോട് സുവിശേഷം പറഞ്ഞ് ഓർക്കുന്നുണ്ട്. അമ്മച്ചി വലിയ രസികയ അമ്മച്ചിയാണ്. അങ്ങനെക്കാരൻ നല്ല സുന്ദരിയായ ഒരു സ്ത്രീ, 19 വയസ്സ് കാണും. മുടിയൊക്കെ നന്നായിട്ട് വെളുത്ത്, നല്ല ആഭരണമൊക്കെ കഴുത്ത കൈമാരമൊക്കെ ഇട്ട്, നല്ല തൂവെള്ള നെയ്തൊക്കെ ഇട്ട് നമ്മുടെയൊക്കെ ഇട്ട് ഇരിക്കുന്ന. വീട്ടിൽ കയറ്റിയില്ല. ഞാൻ അമ്മയും മരുമോളും ഉണ്ട്. അമ്മായിമ്മയും മരുമോളും അത് തോന്നുന്നുണ്ട്. എന്താ കുഞ്ഞുങ്ങളെ വന്നെന്ന് ചോദിച്ചു. ഇപ്പൊ രക്ഷയെക്കുറിച്ചാന്ന് പറഞ്ഞു. എന്നെ രക്ഷയാടാന്ന് ചോദിച്ചു. പറഞ്ഞപ്പോ പാപത്തിന് അതിന് ഭാവി ആരാന്ന് ചോദിച്ചു. അതിന് ഭാവി ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബൈബിൾ പറയുന്നു എല്ലാവരും പാപം ചെയ്ത് ദൈവദേശത്തിന്റെ ഞാൻ പറഞ്ഞു ബൈബിൾ പറയുന്നു എൻ്റെ അമ്മ എന്നെ പാപത്തിൽ ഗർഭം ധരിച്ചു കൊണ്ടേ പറഞ്ഞു എൻ്റെ മോനെ അതിനി എൻ്റെ അമ്മയോട് ചോദിക്കണം, ഞാൻ എങ്ങനെയൊക്കെയാ ജനിച്ചത്, എന്നെ എങ്ങനെയൊക്കെയാ ഗർഭം ധരിച്ചത്, ഇനി എൻ്റെ അമ്മയോട് ചോദിച്ചെങ്കിലും അറിയാമായിരുന്നു. നിങ്ങൾ സമയം കളയാതെ പോകാൻ പറഞ്ഞു. അപ്പൊ എന്ത് പറയും? പാപം എന്നൊക്കെ പറഞ്ഞാലും പാപത്തിൽ ജനിച്ചെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ പറയുന്നതായിരിക്കുന്ന ആശയം ഒന്നുമല്ല അമ്മച്ചയ്ക്ക് ഉള്ളത്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ഭാവി. ആരാ ഭാവി? ഞാൻ ഭാവി, എന്റെ ഭാവി, എന്റെ ഭാവം ആര് പറഞ്ഞ ഭാവിയാണ് എന്നൊക്കെ ചോദിക്കും. ഈ മാനമര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളായിരിക്കുവേ. അപ്പൊ അവർ വെച്ചിരിക്കുന്ന അളവുകോല് കൊണ്ട് അളക്കുമ്പോ നല്ല മനുഷ്യരാണ്, നല്ല അമ്പോറ്റ് മനുഷ്യരാണ്. പക്ഷെ ബൈബിൾ എന്താ പറയുന്നത്? എല്ലാവരും പാപം ചെയ്ത് നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല. നീതിമാനായിട്ട് ഈ ലോകത്ത് ആരുമില്ല, ഒരാൾ പോലും ഇല്ല.
ഇല്ലേ? എത്രയോ മനുഷ്യരുണ്ട് നീതിമാന്മാരായ മനുഷ്യര്. പക്ഷെ ആരുടെ അളവുകോല് കൊണ്ട് അളക്കുമ്പോഴാണ് അവർ നീതിമാന്മാര്? നമ്മുടെ മനുഷ്യന്റെ അളവുകോല് കൊണ്ട് അളക്കുമ്പോഴാണ് അവർ നീതിമാന്മാർ. ദൈവത്തിന്റെ അളവുകോല് കൊണ്ട് ദൈവം അളന്നിട്ടാണ് എന്താ പറഞ്ഞിരിക്കുന്നത്? നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല, എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവദേശമില്ലാത്തവരായി. അപ്പൊ നമ്മൾ പറയുന്നത് ഈ ദൈവത്തിന്റെ അളവുകോൽ കൊണ്ട് അളന്നാൽ നിങ്ങളൊരു പാപിയാണ്. നിങ്ങൾ കള്ളു കുടിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിചാരം ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ടോ? നിങ്ങൾ വഴക്ക് കൂടിയിട്ടുണ്ടാവുന്നല്ല നമുക്ക് വിഷയം. നിങ്ങൾ കൂടിക്കാണും കൂടിയില്ല കാണും. പക്ഷെ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന അളവുകോൽ കൊണ്ട് അളന്നിട്ട് ദൈവം തമ്പുരാൻ പറയുന്നു, ലോകത്തിലുള്ള മനുഷ്യര് നീതിമാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നു. എന്നിട്ട് അളവുകോൽ കൊണ്ട് അളന്നിട്ട് പറയുന്നു, ഒരുത്തം പോലുമില്ല, ഒരാൾ പോലുമില്ലെന്ന് പറയും. പ്രാർത്ഥിക്കുന്നവനും പുരോഹിതനും മെത്രാനും പോപ്പും സന്യാസിയും ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും, മുണ്ടാമാരും കൊണ്ടാമാരും എല്ലാവരും ഒരുപോലെ ദൈവത്തിന്റെ അളവുകോല് കൊണ്ട്. അപ്പൊ ഈ ദൈവത്തിന്റെ അളവുകോല് കൊണ്ട് അളന്നാണ് ഇവർ പാപിയാണെന്ന് പറയുന്നത്. അല്ല നമ്മളെല്ലാവരും പാവം ചെയ്തിട്ടില്ല. ഒരു പാവം ചെയ്തിട്ടില്ല, ഒരു പാവം ചെയ്തിട്ടില്ല, ജനിച്ച ഒരു പാവം ചെയ്തിട്ടില്ല, കള്ളം പോലും പറഞ്ഞിട്ടില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പറയാനോ? നീ കള്ള നീ പറഞ്ഞിട്ടുണ്ട്, നീ പറയാ നമുക്കറിയാം. ഇല്ല, ദൈവം പറയുന്നു. എന്ത് പറയുന്നു? നീ ഞാനും പാപിയാണ്. അതിനപ്പുറത്ത് നിനക്ക് പറയാൻ കഴിയുമോ? എന്നിട്ട് ദൈവം പറയുന്നു, നമ്മുടെ നീതി പ്രവൃത്തികളൊക്കെ ദൈവത്തിന് മുൻപാകെ പിടിച്ചാക്കിയ പോലെയാണ്. പിന്നെന്ത് പറയും? അപ്പോ നമ്മൾ സുവിശേഷം പറയാനായിട്ട് പോകുമ്പോൾ, രക്ഷയുടെ സന്ദേശം പറയാനായിട്ട് പോകുമ്പോ വ്യക്തമായിട്ട് മനുഷ്യൻ പാപിയാണെന്നും രക്ഷയെന്ന് പറഞ്ഞാൽ എന്താണെന്നും ഇത് എങ്ങനെയാണ് എന്നും ഒക്കെ നാം അവരോട് പറയണം. പിന്നെ ഇതെല്ലാം പറഞ്ഞു വരുമ്പോ അവർ രക്ഷിക്കപ്പെടുന്ന നിർബന്ധം. അപ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? രക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ദൈവം മുന്നറിഞ്ഞ ഒരു പാർട്ടി ആണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെടും. ഇനി മുന്നറിഞ്ഞിട്ടുള്ള ഒരു പാർട്ടി അല്ലെങ്കിൽ ഞാൻ മരിക്കുന്നവരെ ഇതേ മുറ്റത്ത് നിന്ന് ഈ സുവിശേഷം പറഞ്ഞാലും അവൻ രക്ഷിക്കപ്പെടാൻ പോകുന്നുമില്ല. കാരണം എന്താ? നിത്യജീവനായും മുന്നറിയപ്പെട്ടവരെല്ലാം രക്ഷിക്കപ്പെടും. അങ്ങനല്ലേ 14 അധ്യായത്തിൽ പറയുന്നത്? രക്ഷയ്ക്ക് വേണ്ടി മുന്നറിയപ്പെട്ടവരൊക്കെ രക്ഷിക്കപ്പെടും. അങ്ങനെ ഒരു പരിപാടിയുണ്ട് ദൈവത്തിന്. അതിനൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് അവിടെ പറയുന്ന രക്ഷാതില്ല ഇതല്ലെന്നൊക്കെ പറയാം. അതൊക്കെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു. വേറെ വാക്യങ്ങളുണ്ടല്ലോ. അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചവരെ നീതീകരിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നത് വാക്യമില്ലേ? അങ്ങനെ വാക്യമുണ്ടല്ലോ. പിതാവ് ഹർഷിക്കാതെ ആർക്കും ദൈവത്തിനടുക്ക് വരാൻ കഴിയില്ല. എത്രയോ വാക്യങ്ങളുണ്ട്. അതെ. അപ്പോ രക്ഷ എന്ന് പറഞ്ഞ ഉപദേശം നമുക്ക് നന്നായി പഠിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.